മലപ്പുറം അരീക്കോട് എസ്ഒജി ക്യാമ്പിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ തണ്ടർബോൾട്ട് കമാൻഡോ വിനീതിന്റെ പോസ്റ്റ്മോർട്ടം ഇന്ന് മഞ്ചേരി സർക്കാർ മെഡിക്കൽ കോളേജിലാണ് പോസ്റ്റ്മോർട്ടം നടക്കുക. ഇതിനുശേഷം മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടുനൽകും. മുഹമ്മദ് ഷംസീർ വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. ഷംസീർ, ജോലിയുമായി ബന്ധപ്പെട്ടുള്ള മാനസിക സമ്മർദ്ദങ്ങൾ, അവധി അപേക്ഷ തള്ളിയതുമായി ബന്ധപ്പെട്ടൊക്കെയുള്ള മാനസിക സമ്മർദ്ദങ്ങളാണ് മരണത്തിലേക്ക് നയിച്ചത് തുടങ്ങിയ പ്രാഥമിക വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ വിശദാംശങ്ങൾ, പോലീസിന്റെ ഭാഗത്തുള്ള സ്ഥിരീകരണമൊക്കെ ലഭിക്കുന്നുണ്ടോ? ജിൽസി, മരണത്തിലേക്ക് നയിച്ചതിൻ്റെ കാരണം എന്താണ് എന്നതിൽ ഇനിയും ഒരു വ്യക്തത വരാനുണ്ട്. ഏതായാലും നമുക്ക് ലഭിക്കുന്ന വിവരം അനുസരിച്ച് ഈ തണ്ടർബോൾട്ട് കമാൻഡോ ആയിരുന്ന വിനീതിന് അവധി ലഭിക്കാത്തതുമായി ബന്ധപ്പെട്ടുള്ള മാനസിക സമ്മർദ്ദമാണ് മരണത്തിലേക്ക് നയിച്ചത് എന്നാണ് നമുക്കിപ്പോൾ സഹപ്രവർത്തകരിൽ നിന്നും ലഭിക്കുന്ന വിവരം. ഇപ്പോൾ മൃതദേഹമുള്ളത് അരീക്കോട് സ്വകാര്യ ആശുപത്രിയിലാണ്. ഇവിടെ അല്പസമയത്തിനൊക്കെ ഇൻക്വസ്റ്റ് നടപടികൾ തുടങ്ങും. RDOയുടെ സാന്നിധ്യത്തിലായിരിക്കും ഇൻക്വസ്റ്റ് നടപടികൾ തുടങ്ങുക. ഇൻക്വസ്റ്റിന് ശേഷം മഞ്ചേരി മെഡിക്കൽ കോളേജിലേക്ക് മൃതദേഹം കൊണ്ടുപോകും. മൃതദേഹം അവിടെ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം SOG ക്യാമ്പിൽ പ്രദർശനത്തിന് വെക്കുമെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അതിനുശേഷമായിരിക്കും കൽപ്പറ്റയിലെ വീട്ടിലേക്ക് മൃതദേഹം കൊണ്ടുപോവുക. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഇന്നലെ രാത്രി 9 മണിയോട് കൂടിയാണ് SOG ക്യാമ്പിലെ ശുചിമുറിയിൽ വിനീതിനെ, തണ്ടർബോൾട്ട് കമാൻഡോ ആയി വിനീതിനെ മരിച്ച നിലയിൽ കണ്ടെത്തുന്നത്. കഴുത്തിൽ വെടിയേറ്റ നിലയിലായിരുന്നു മൃതദേഹം സഹപ്രവർത്തകർ കാണുന്നത്. നേരത്തെ ഞാൻ പറഞ്ഞ പോലെ തന്നെ അവധി ലഭിക്കാത്തതുമായി ബന്ധപ്പെട്ട മാനസിക സമ്മർദ്ദം അദ്ദേഹം അനുഭവിച്ചിരുന്നുവെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. മാത്രമല്ല, കഴിഞ്ഞ നവംബറിൽ ഒരു ട്രെയിനിങ് ക്യാമ്പിൽ വിനീത് പങ്കെടുക്കുകയും അതിൽ പരാജയപ്പെടുകയും ചെയ്തിരുന്നു. ശേഷം ഇന്ന് തുടങ്ങാനിരിക്കുന്ന ക്യാമ്പിൽ പങ്കെടുക്കേണ്ടയാളാണ് വിനീത്. പലതവണ അവധി അപേക്ഷകൾ നൽകിയിട്ടും ഒരു തവണ മാത്രമാണ് അവധി അനുവദിച്ചതെന്നും കൂടി സഹപ്രവർത്തകർ പറയുന്നുണ്ട്. 3 ദിവസത്തെ അവധി കഴിഞ്ഞ ദിവസമാണ് വിനീത് വീണ്ടും ക്യാമ്പിലേക്ക് എത്തിയത്. ആരോഗ്യ പ്രശ്നങ്ങളും ഒപ്പം തന്നെ വിനീതിന്റെ ഭാര്യ ഗർഭിണിയാണ്. ഇതടക്കമുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടായിരുന്നു അവധി അപേക്ഷകൾ നൽകിയത് എന്നും, എന്നാൽ ഇത് പലപ്പോഴും അനുവദിക്കാൻ തയ്യാറായില്ല എന്നും സഹപ്രവർത്തകർ പറയുന്നുണ്ട്. അപ്പോൾ പോലും എന്താണ് ഈ മരണകാരണമെന്ന് ഇനിയും കൂടുതൽ അന്വേഷണത്തിലൂടെ വ്യക്തമാകേണ്ട കാര്യമുണ്ട്. സഹപ്രവർത്തകർ പറയുന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമുക്ക് ഈ കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്യാൻ കഴിയുന്നത്. എന്താണ് മരണകാരണമെന്ന് ഇനിയും വ്യക്തമാകേണ്ടതുണ്ട്. അപ്പോൾ പോലും സഹപ്രവർത്തകർ പൊതുവിൽ അവിടെ ഈ തരത്തിലുള്ള മാനസിക സമ്മർദ്ദം അവിടെയുണ്ട് എന്നുള്ള കാര്യം പൊതുവിൽ തന്നെ സൂചിപ്പിക്കുന്നുമുണ്ട്. മറ്റൊരു കാര്യമുള്ളത്, പൊതുവിൽ നമുക്കറിയാവുന്ന കാര്യമാണ്, പോലീസിലെ ജോലി സമ്മർദ്ദത്തെക്കുറിച്ചും മാനസിക സമ്മർദ്ദത്തെക്കുറിച്ചും ജോലി ഭാരത്തെക്കുറിച്ചുമൊക്കെ കഴിഞ്ഞ 5 വർഷത്തിനിടെ മാത്രം 90ഓളം പോലീസ് ഉദ്യോഗസ്ഥർ ഈ മാനസിക സമ്മർദ്ദം മൂലം, തൊഴിൽ ഭാരം മൂലമൊക്കെ ആത്മഹത്യ ചെയ്തു എന്ന വിവരങ്ങൾ കൂടി നമ്മുടെ മുന്നിൽ ഉള്ളപ്പോഴാണ് ഇങ്ങനെയൊരു മരണവാർത്ത കൂടി നമുക്ക് മുന്നിൽ എത്തുന്നത്. ഏതായാലും ഇപ്പോൾ ഈ പോലീസ് ഉദ്യോഗസ്ഥരൊക്കെ തന്നെ ഇങ്ങോട്ട് എത്തുന്നുണ്ട്. അല്പസമയത്തിനകം തന്നെ ഇൻക്വസ്റ്റ് നടപടികൾ തുടങ്ങും. അതിനുശേഷം മഞ്ചേരി മെഡിക്കൽ കോളേജിലേക്ക് പോസ്റ്റ്മോർട്ടത്തിനായി മൃതദേഹം കൊണ്ടുപോകും. ജിൽസി. ശരി, മുഹമ്മദ് ഷംസീറാണ് വിവരങ്ങൾ നൽകിയത്.